ഇന്ന് നമുക്കൊരു മോരുകറി നോക്കിയാലോ. നാടൻ സ്റ്റൈലിൽ നല്ല കുറുകിയ മോരുകറി. അപ്പോൾ വായോ. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ട തൈരാണേ. തൈരിൻ്റെ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു പച്ചമുളക്. ഇവയെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് മാറ്റിയേക്കാം. പിന്നീട് നമുക്ക് കറിയുടെ അരപ്പിലേക്ക് ചേർക്കാൻ ആവശ്യമായി തേങ്ങയും കൂടെ എടുക്കാമേ. തേങ്ങ എപ്പോഴും നമ്മൾ എടുക്കുന്ന തൈരിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറഞ്ഞ അളവിൽ എടുക്കാൻ ശ്രമിക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും തൈരും പിന്നെ 1/4 to 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ. ഇനി നമുക്ക് മെയിൻ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പൊട്ടിച്ചു കൊടുക്കണം. ഇതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇവയൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പൊടി ഐറ്റംസായ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ടേസ്റ്റ് എൻഹാൻസ്മെൻ്റ് ആയിട്ടുമാണ് കേട്ടോ. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറി തിളച്ച് പോകാൻ വേണ്ടി നോക്കരുത്. കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ചേർത്തതിന് പുറകെ നമുക്കൊരു 1/4 to 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ മോരുകറിയാണ് കേട്ടോ. ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചോറിൻ്റെ കൂടെ മോരുകറി ഒരു ബെസ്റ്റ് കോമ്പാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂടുതൽ റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് പിന്നീട് കാണാമേ.